ഉത്തരവുണ്ട്, ഇതിനകത്ത് കയറരുത്. സ്റ്റേഷനിൽ വരണം കേട്ടോ. അതിന് എന്ത് പരാതി നീയൊക്കെ എവിടെ കൊടുത്താലും ഇന്നൊരു ചുക്ക് ചെയ്യും. കോടതി ഉത്തരവുണ്ടെങ്കിൽ അത് വായിക്കാനും അത് മനസ്സിലാക്കാനും അതനുസരിച്ച് കാര്യം ചെയ്തു തരാനും എനിക്കറിയാം. SHO ഒരു ഡയറക്ഷൻ ഉണ്ടല്ല, ഡയറക്ഷൻ എന്താണെന്ന് നിനക്കൊക്കെ വിവരമില്ലെങ്കിൽ അത് വിവരമുള്ളവരുടെ ചോദിച്ച് മനസ്സിലാക്കിയാണ് ഞാൻ കാര്യം ചെയ്യും. കോടതി പോയി ഞാൻ കാര്യം ചോദിച്ചു. നീയൊക്കെ ഇനി എത്ര പ്രതിയാക്കി എവിടെയൊക്കെ എന്ത് പരാതി കൊടുത്താലും നീയൊക്കെ കൊടുക്കുന്നിടത്ത് കൊടുത്തോ. നമസ്കാരം. എന്റെ നാട് മണൽവട്ടം ഇന്ന് എത്തി നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലെ നഗരൂർ വില്ലേജിലാണ്. ഇവിടെ ബഹുമാനപ്പെട്ട കോടതിയെ വരെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള ചില സാമൂഹ്യ വിരുദ്ധരുടെയും നിയമപാലകരുടെയും നിയമവിരുദ്ധ പ്രവൃത്തികൾ അറിഞ്ഞാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. എന്താണ് സംഭവം എന്ന് നമുക്ക് കേൾക്കാം. എന്റെ പേര് സുനിത പി. ഞാൻ നഗരൂർ ഗ്രാമപഞ്ചായത്ത് താമസക്കാരിയാണ്. ഞങ്ങളുടെ വസ്തുവിൽ ഒരു വഴിത്തർക്കം ഉണ്ടായി. അതിൽ വില്ലേജ് ഓഫീസർ ഇടപെട്ട് എതിർ കക്ഷികൾക്ക് ഞങ്ങളുടെ വസ്തുവിൽ നിന്ന് വഴി കൊടുത്ത് തർക്കം അവസാനിപ്പിച്ചു. ശേഷം ഞങ്ങളുടെ വസ്തുവിൽ നടുക്കുകൂടെ പോകുന്നത് ആവശ്യപ്പെട്ടുകൊണ്ട് ഞങ്ങളുടെ വീടിന്റെ മുറ്റം ഇടിച്ചു പൊളിക്കുകയും ഞങ്ങളുടെ വേലി വലിച്ചു പൊളിക്കുകയും ചെയ്തു. അവർ കോടതിയെ സമീപിക്കുകയും ഞങ്ങളും കോടതിയെ സമീപിക്കുകയും ചെയ്തു. ഈ രണ്ട് പരാതികളും കേട്ട ശേഷം കോടതി ഞങ്ങൾക്ക് അനുകൂലമായി ഉത്തരവ് ലഭിക്കുകയാണ് ചെയ്തത്. കോടതി ഉത്തരവ് നഗരൂർ SHO അജയ് സാറിനെ അറിയിച്ച ശേഷം ഞങ്ങളുടെ കോമ്പൗണ്ട് കെട്ടിയടക്കുകയാണ് ചെയ്തത്. ഇതിനുശേഷം എതിർ കക്ഷികൾ കോടതി ഉത്തരവ് ലംഘിച്ച് എന്റെ വസ്തുവിലുണ്ടായിരുന്ന വേലി പൊളിക്കുകയും അതിന് എതിർ കക്ഷികൾക്കൊപ്പം നഗരൂർ SHO അജയ് സാർ കൂട്ടുനിൽക്കുകയും ചെയ്തു. കോടതി ഉത്തരവ് ലംഘിച്ച പ്രതികൾക്കെതിരെ കേസെടുക്കാൻ തയ്യാറായില്ല. പരാതി കൊടുത്തിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല. കോടതി നിർദ്ദേശം കൊടുത്തിട്ടും കേസെടുക്കാൻ തയ്യാറായില്ല. ഇതിനുശേഷം ജാമ്യത്തിൽ നിൽക്കുന്ന പ്രതികൾ നിരന്തരം ഭീഷണിപ്പെടുത്തുകയും പൊതുസ്ഥലത്ത് ഉൾപ്പെടെ വാഹനം തടഞ്ഞു നിർത്തി ഭീഷണിപ്പെടുത്തുകയും കേസ് അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ ഭീഷണിക്കൊന്നും വഴങ്ങാത്തതുകൊണ്ട് ഈ കേസിലെ പ്രതിയായിട്ടുള്ള ഒരു സ്ത്രീയെ കൊണ്ട് എന്റെ മകൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന എന്റെ മകനെ എതിരെ കള്ളപ്പരാതി കൊടുത്ത് കേസെടുക്കുകയും മുൻ SHO അജയ് സാറിനെതിരെ കേസ് കൊടുത്തിട്ടുള്ളത് കൊണ്ടും ഇപ്പോഴത്തെ SHO അൻസാർ സാർ എന്റെ മകന്റെ പേരിൽ കള്ള പരാതി കൊടുത്ത് കേസെടുക്കുകയും ഞങ്ങളുടെ എതിർകക്ഷികളും ഇവിടുത്തെ നിയമപാലകരും ബഹുമാനപ്പെട്ട കോടതിയെ ഉൾപ്പെടെ വെല്ലുവിളിച്ചുകൊണ്ടാണ് ഞങ്ങളോട് ഇത്തരം പ്രവൃത്തികൾ ഇവിടെ ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള നിയമവിരുദ്ധ നടപടികൾക്കെതിരെ നീതി ലഭിക്കുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട കോടതിയും നിയമസഹായ വേദി ഉൾപ്പെടെയുള്ള അവരുടെ സഹായത്തോടു കൂടി മുന്നോട്ട് പോകും.